പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ താലിബാൻ ചാവേർപ്പടയെ സജ്ജമാക്കിയതായി റിപ്പോർട്ടുകൾ. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിൽ കനത്ത വ്യോമാക്രമണം നടത്തിയതിന് പിന്നാലെയാണ് താലിബാൻ തങ്ങളുടെ ചാവേർപ്പടയെ സജ്ജമാക്കുന്നതായുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവരുന്നത്. പാകിസ്ഥാന്റെ ആക്രമണത്തിന് പിന്നാലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള ബഖ്തർ ന്യൂസ് ഏജൻസിയാണ് താലിബാന്റെ ചാവേർ പടയുടെ ചിത്രം പുറത്തുവിട്ടത്. ചാവേർ പോരാളികളായ സംഘം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച പ്രത്യേക യൂണിഫോമും കാർ ബോംബും സഹിതം സജ്ജമാക്കിയിരിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതേസമയം പാക് അതിർത്തിയായ ഡ്യൂറൻ ലൈനിലെ വിവിധ ഭാഗങ്ങളിൽ താലിബാന്റെ സൈനിക നീക്കങ്ങൾ നടന്നുവരികയാണെന്ന് താലിബാൻ വക്താവ് ഹംദുള്ള ഫിത്രത്ത് വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കി. പങ്ക്തിയ, ഖോസ് തുടങ്ങിയ അതിർത്തി മേഖലകളിൽ പാകിസ്ഥാനെതിരെ അതിതീവ്രമായ പ്രത്യാക്രമണമാണ് നടത്തുന്നതെന്നും താലിബാൻ വക്താവ് അവകാശപ്പെട്ടു. തുറന്ന യുദ്ധം പ്രഖ്യാപിച്ച പാകിസ്ഥാൻ നടത്തിയ കനത്ത വ്യോമാക്രമണത്തിൽ വൻ നാശനഷ്ടമുണ്ടായെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ പ്രധാന നഗരങ്ങളെയെല്ലാം ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതെന്നാണ് വിവരം. ഇതിനൊപ്പം അതിർത്തിയിൽ താലിബാന്റെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ കരയാക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ പറയുന്നു. അതിനിടെ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ താലിബാൻ സൈനിക പോസ്റ്റിൽ നിന്ന് സമാധാനത്തിനായി വെള്ളക്കൊടി വീശിയതായും പാക് മാധ്യമങ്ങൾ അവകാശപ്പെട്ടു. അഫ്ഗാനിലെ കാബൂൾ, കണ്ടഹാർ, പങ്ക്തിയ തുടങ്ങിയ മേഖലകളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതായി താലിബാൻ വക്താവ് സബീഹുള്ള മുഹാജിദ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാബൂളിന്റെ വിവിധയിടങ്ങളിൽ തീയും പുകയും നിറഞ്ഞ നിലയിലുള്ള ദൃശ്യങ്ങളും പുറത്തുവന്നു. അഫ്ഗാനിസ്ഥാനെതിരായ പാകിസ്ഥാന്റെ ആക്രമണം തുടരുകയാണെന്നായിരുന്നു പാക് സർക്കാർ വക്താവായ മുഷറഫ് സൈദിയുടെ പ്രതികരണം. യാതൊരു പ്രകോപനവുമില്ലാതെ അഫ്ഗാൻ നടത്തിയ ആക്രമണത്തിനുള്ള തിരിച്ചടിയാണിതെന്നും സൈദി കൂട്ടിച്ചേർത്തു. പങ്ക്തിയ പ്രവിശ്യയിലെ താലിബാന്റെ ആസ്ഥാന മന്ദിരത്തിന് നേരെയും ആക്രമണം നടത്തിയതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടു. അതിനിടെ പാക് അഫ്ഗാൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് സഹായം വാഗ്ദാനം ചെയ്ത് ഇറാൻ രംഗത്തെത്തിയതും വൻ വാർത്തകൾ സൃഷ്ടിച്ചു. അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാനുള്ള ചർച്ചകൾ സുഗമമാക്കാൻ എന്ത് സഹായവും ചെയ്യാമെന്നായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ചിയുടെ പ്രതികരണം. പാകിസ്ഥാനി താലിബാൻ എന്നറിയപ്പെടുന്ന തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ താലിബാൻ ഭരണകൂടം തയ്യാറാകുന്നില്ല എന്നാരോപിച്ചാണ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാന് നേരെ ഇപ്പോൾ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ സൈനിക കേന്ദ്രങ്ങളിലടക്കം ആക്രമണം നടത്തിയ പാകിസ്ഥാനി താലിബാനെ സംരക്ഷിക്കുന്നത് താലിബാൻ ഭരണകൂടമാണെന്നാണ് പാകിസ്ഥാന്റെ പ്രധാന ആരോപണം. ഇതേച്ചൊല്ലി കഴിഞ്ഞ ഒക്ടോബർ മുതൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ അതിർത്തിയിൽ നിരന്തരം സംഘർഷ സാഹചര്യം നിലനിന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം പാക് സേന അഫ്ഗാനിസ്ഥാന് നേരെ വീണ്ടും ആക്രമണം ആരംഭിച്ചത്. പാക് പ്രതിരോധ മന്ത്രി ഖോജ ആസിഫാണ് യുദ്ധപ്രഖ്യാപനവുമായി രംഗത്തെത്തിയതും. ഇസ്ലാമാബാദിന്റെ ക്ഷമ നശിച്ചെന്നും ഇരു രാജ്യങ്ങൾക്കും വലിയ നാശനഷ്ടം സംഭവിക്കുന്ന ഈ ഘട്ടത്തിൽ തുറന്ന യുദ്ധം പ്രഖ്യാപിക്കുകയാണെന്നുമാണ് ഖോജ ആസിഫ് പറഞ്ഞത്. അഫ്ഗാൻ അതിർത്തിയിൽ നിന്നുള്ള പ്രകോപനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകിയതായി താലിബാനും അവകാശപ്പെട്ടിരുന്നു. പാക് അഫ്ഗാൻ അതിർത്തിയിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നതായും 55 പാകിസ്ഥാൻ സൈനികരെ വധിച്ചതായും താലിബാൻ അന്ന് വ്യക്തമാക്കി. പാകിസ്ഥാന്റെ 2 സൈനിക താവളങ്ങളും 19 പോസ്റ്റുകളും പിടിച്ചെടുത്തതായും താലിബാൻ അവകാശപ്പെടുകയും ചെയ്തു. അതേസമയം അഫ്ഗാനിൽ പാകിസ്ഥാൻ നടത്തിയ മിന്നലാക്രമണത്തിന് ഓപ്പറേഷൻ ലിൽഹഖ് എന്ന് പേരിട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഓപ്പറേഷനിൽ 133 പേർ കൊല്ലപ്പെട്ടെന്ന് പാക് സൈന്യം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.